ത്രിയേക ദൈവത്തിന് സ്തുതി. മത്തായി എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 7 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് ധ്യാനിക്കുകയാണ്. സുവിശേഷ ദൗത്യവുമായി പുറപ്പെടാൻ ഒരുങ്ങുന്ന തൻ്റെ 12 ശിഷ്യന്മാരെ അടുക്കെ വിളിച്ച് അവർക്ക് അശുദ്ധാത്മാക്കളെ പുറത്താക്കുവാനും സകലവിധ ദീനവ്യാധികളെ പൊറുപ്പിപ്പിക്കാനും അധികാരം കൊടുത്ത് അയക്കുമ്പോൾ അവർക്കധികമായി നൽകുന്ന ഓർമ്മപ്പെടുത്തലുകളാണ് ഈ വേദഭാഗം. നിങ്ങൾ പോകുമ്പോൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് ഘോഷിപ്പീൻ. വാക്യം 7. ആത്യന്തികമായി അയക്കപ്പെടുന്നത് ദൈവരാജ്യത്തെ വിളംബരം ചെയ്യുന്നവരായിട്ടാണ്. അഥവാ അയക്കപ്പെടുന്നവർ ദൈവരാജ്യത്തിലേക്കുള്ള വഴികാട്ടികളായിരിക്കണം എന്നർത്ഥം. വഴി മാറി സഞ്ചരിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്ന കാലത്ത് അയക്കപ്പെടുന്നവരുടെ കടമ ദൈവത്തിലേക്കും ദൈവരാജ്യ അനുഭവങ്ങളിലേക്കും ആളുകളെ ആകർഷിക്കുക എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകുവാൻ തക്കവിധം ഇടപെടുവാനും ദൈവരാജ്യ മർമ്മങ്ങളെ ഘോഷിക്കുവാനും അയക്കപ്പെട്ട ഏതൊരാൾക്കും ഉത്തരവാദിത്വമുണ്ട്. മാത്രമല്ല, ഈ ലോകത്തെ ദൈവരാജ്യ അനുഭവങ്ങളിലേക്ക് അടുപ്പിക്കുകയാണ് അയക്കപ്പെടുന്ന ശിഷ്യന്മാരുടെ ചുമതല എന്നുള്ളതാണ്. രോഗികളെ സൗഖ്യമാക്കുവിൻ, മരിച്ചവരെ ഉയർപ്പിപ്പിൻ, കുഷ്ഠരോഗികളെ ശുദ്ധമാക്കുവിൻ, ഭൂതങ്ങളെ പുറത്താക്കുവിൻ, സൗജന്യമായി നിങ്ങൾക്ക് ലഭിച്ചു, സൗജന്യമായി കൊടുപ്പിൻ. വാക്യം 8. ദേശം ചുറ്റി നടന്ന് യേശുവും നിർവഹിക്കുന്നത് ഇതേ സൗഖ്യദായക ശുശ്രൂഷയാണ്. അയക്കപ്പെടുക എന്നാൽ ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാരനായിരിക്കുകയും കർത്താവ് ചെയ്ത ശുശ്രൂഷകൾ തുടരുകയും ചെയ്യുക എന്നതാണ് അർത്ഥം. ഏതൊരാളിൻ്റെയും നിലവിളികളും കരച്ചിലും രോഗങ്ങളും ദൈവത്തെ ദുഃഖിപ്പിക്കുന്നുണ്ട് എന്നത് വേദപുസ്തക പ്രമേയമാണ്. ഇസ്രയേൽ ജനത അടിമകളായി മിസ്രൈമിൽ കഷ്ടപ്പെടുന്നത് കണ്ട് ദുഃഖിക്കുന്ന ദൈവം അടിമത്വത്തിൻ്റെ കാഠിന്യത്തിൽ നിന്ന് അവരെ വിടുവിക്കുവാൻ പദ്ധതി ഒരുക്കിയതുപോലെ മരിച്ചവരുടെ, രോഗികളുടെ, ഭൂതബാധിതരുടെ വേദനകൾക്കും നിലവിളികൾക്കും അറുതി വരുത്തുവാനും പൊറുതി വരുത്തുവാനുമായി ശിഷ്യന്മാരെ അയക്കുന്നു എന്നതാണ് ഈ വരികളുടെ സൗന്ദര്യം. നിലവിളിക്കുന്നവരോടുകൂടെയും വേദനിക്കുന്നവരോടുകൂടെയും വേദനിക്കുന്ന ദൈവം മോശയിലൂടെ കാര്യങ്ങളെ ക്രമീകരിച്ചെടുത്തതുപോലെ നിന്നുകൊടുക്കുവാൻ അയക്കപ്പെടുന്നവർക്ക് ഇടയായാൽ ദൈവ പദ്ധതികൾ എളുപ്പമാകും. യേശുവിൻ്റെ മനസ്സിനോട് പങ്കുചേരാനുള്ളതാണ് നമ്മുടെ ദൗത്യമേഖലകൾ എന്ന് മാത്രമല്ല, സൗഖ്യവും സമാധാനവും സ്ഥൈര്യവും അങ്ങനെ നമുക്ക് ലഭിച്ചതെല്ലാം സൗജന്യമായി കിട്ടിയതാണ്. സൗഖ്യമില്ലാത്ത, സമാധാനമില്ലാത്ത, സ്ഥൈര്യമില്ലാത്ത ആളുകൾക്ക് സൗജന്യമായി മടക്കി നൽകാനുള്ളതാണെന്നുള്ള ഓർമ്മപ്പെടുത്തലുകളും ഈ വരികളിലുണ്ട്. ചുരുക്കി പറഞ്ഞാൽ, ലഭിച്ചവയെല്ലാം മടക്കി നൽകുവാനുള്ള സന്നദ്ധതയും ദൗത്യമേഖലയിൽ പ്രകടം ആകണം എന്നുള്ളതാണ്. മടിശീലയിൽ പൊന്നും വെള്ളിയും ചെമ്പും, വഴിക്ക് പൊക്കണവും 2 ഉടുപ്പും ചെരുപ്പും വടിയും കരുതരുത്. വാക്യം 10. അയക്കപ്പെടുന്നവൻ തനിക്കായി ഒന്നും കരുതേണ്ടതില്ല, പിന്നെയോ മറ്റുള്ളവരെ കരുതുകയാണ് ദൗത്യം എന്നുള്ളതാണ്. ക്രിസ്തു സ്വഭാവമാണത്. തനിക്കായിട്ടൊന്നും കരുതാറില്ല. എന്നാലോ എല്ലാവർക്കും വേണ്ടി ചിലത് കരുതി വെക്കുന്ന കർത്താവിൻ്റെ ശൈലി അപാരമാണ്. അത് കാനാവിലെ കല്യാണ വീട്ടിൽ വീഞ്ഞാണെങ്കിൽ കാൽവറി മലയിൽ കള്ളന് പറുദീസായുമാണ്. എന്താണോ അത്യാവശ്യം അതവൻ കരുതുക തന്നെ ചെയ്യും എന്നതിന് ഇനിയും അടയാളങ്ങൾ ഏറെയാണ്. ചൂരൽമലയിലും മുണ്ടക്കൈയിലുമുള്ളവർക്ക് ദൈവം കരുതും. അമ്മ നഷ്ടപ്പെട്ടവർക്ക് അമ്മയായും എല്ലാവരും നഷ്ടപ്പെട്ടവർക്ക് എല്ലാമായും ദൈവമുണ്ടാകും, ഉറപ്പാണ്. അല്ലെങ്കിലും സ്വന്തമായി കരുതുവാൻ തുടങ്ങിയാൽ എത്ര കരുതിയാലും മതി വരില്ല. എന്നാലോ ആവശ്യത്തിലിരിക്കുന്നവരെ കരുതുന്നവർക്കോ ഒന്നിലും കുറവ് വരാറുമില്ല.
എന്ന സ്വന്തം ജീവിത കളരിയിൽ പയറ്റിപ്പടിച്ച പാഠം ശിഷ്യന്മാരിലേക്ക് ആ ഗുരു പകരുകയാണ്. വീടിന് യോഗ്യതയുണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അതിന്മേൽ വരട്ടെ. യോഗ്യത ഇല്ല എന്ന് വരികിൽ സമാധാനം നിങ്ങളിലേക്ക് മടങ്ങിപ്പോരട്ടെ. വാക്യം 13. ദൗത്യമേഖലകളെ യോഗ്യമാം വണ്ണം ക്രമീകരിക്കേണ്ടതുണ്ട് എന്നതിൻ്റെ ഓർമ്മപ്പെടുത്തലായി ഈ വാക്യത്തെ പരിഗണിക്കുകയാണ്. യോഗ്യമായ ശുശ്രൂഷ യോഗ്യതയുള്ള വീടുകൾക്കും വ്യക്തികൾക്കും ലഭ്യമാകണം എന്നുള്ളതാണ് കർത്താവിൻ്റെ ഇഷ്ടം. മറിച്ച് അർത്ഥരഹിതമായ ശുശ്രൂഷ അരുത്. പിന്നെയോ ദൈവിക പ്രവൃത്തിക്ക് കാര്യങ്ങളെ വിട്ടുകൊടുക്കുവാൻ ഇടയാകണം എന്നുള്ളതാണ്. സമാധാനത്തിന് യോഗ്യതയുള്ളവർക്ക് സമാധാനം ലഭിക്കുക തന്നെ ചെയ്യും. ചിലപ്പോൾ വിചാരിക്കുന്നത് പോലെ ശിഷ്യന്മാർക്കും ലഭിക്കണമെന്നില്ല. നിങ്ങളെ കൈക്കൊള്ളപ്പെടാതെ പോകും. ചിലപ്പോൾ നിങ്ങളുടെ വചനങ്ങളെ കേൾക്കാതെ വരും. സാരമില്ല, അവിടങ്ങളിലെ പൊടി പോലും കൂടെ കൊണ്ടുപോകരുത്. ആ പൊടി പോലും തുടർന്നുള്ള ശുശ്രൂഷയ്ക്ക് ചിന്താഭാരം വരുത്തും. ചിന്താഭാരങ്ങളില്ലാതെ, ചിന്താക്കുഴപ്പങ്ങളില്ലാതെ ദൈവത്തിൻ്റെ ശുശ്രൂഷ തുടരുവാൻ ഇടയാകുകയാണ് പ്രധാനം. ദൈവിക ശുശ്രൂഷയാണത്. അത് യോഗ്യമായി തുടരാം. അങ്ങനെ ദൈവത്തോട് ചേർന്ന് നിന്ന് ദൈവാനുഭവങ്ങളെ പരിസരങ്ങൾക്ക് സമ്മാനിക്കുവാൻ, അങ്ങനെ ദൈവരാജ്യം ഭൂമിയിൽ സംഭവിക്കുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആമേൻ.